ജക്ക, നിങ്ങൾ എന്തായി ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതൊരു സോൾ ചേഞ്ചിങ് മിഷനാണ്. രണ്ട് വ്യക്തികൾ വ്യത്യസ്തമായ ചേംബറുകളിൽ നിൽക്കുകയാണെങ്കിൽ എന്നിട്ട് നമ്മൾ മിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവരുടെ രണ്ടുപേരുടെയും ആത്മാക്കൾ അഥവാ സോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകും. പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മൾ ആരെ വെച്ചാ ഈ പരീക്ഷണം ഒന്ന് നടപ്പിലാക്കുക. ഇതെന്തോന്ന് മെഷീനാ ഉണ്ടാക്കിയത്? പൊളിച്ചെടുത്തല്ലോ. ഇതൊരു കൂളിംഗ് AC ചാമ്പറാണ്. ഇതിനകത്ത് കിടന്നാൽ നന്നായിട്ട് ഉറക്കം വരും. ഞാനിപ്പോ ഇതിനകത്ത് കിടന്നുറങ്ങാൻ പോവാണ്. നിങ്ങൾ പുറത്തുള്ള ബട്ടൺ ഒന്ന് ഓൺ ചെയ്തോളൂ. അതെ, ഞങ്ങൾക്ക് AC കിടന്ന് ഉറങ്ങണം. ആദ്യം ഞങ്ങൾ കയറട്ടെ, അല്ലേ പത്ലു? എന്റെ മോട്ടു, എനിക്ക് മേസിൽ കിടന്നുറങ്ങണം. നമ്മുടെ വീട്ടിലെ ഫാൻ പോലും കറങ്ങുന്നില്ലല്ലോ. പൊളിച്ചെടുത്തല്ലോ. എന്നാ ശരി, നിങ്ങൾ രണ്ടാളും ആദ്യം ഉറങ്ങിക്കോളൂ, എന്നിട്ട് ഞാൻ ഉറങ്ങിക്കോളാം. ഉറക്കമൊന്നും വന്നില്ല, വല്ലാണ്ട് തല കറങ്ങുന്നു. ഡോക്ടർ ജഡ്ക, നിങ്ങൾ ഞങ്ങളെ വെച്ച് പരീക്ഷണം നടത്തിയല്ലേ? ഒന്ന് വേഗം പറ, ഇത് എന്താന്ന്? എന്റെ മുത്ത്, എന്റെ ചങ്ക്, എന്റെ ബ്രോ, മിഷൻ ശരിക്കും അങ്ങോട്ട് വർക്ക് ആകുന്നില്ല. അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പത്ലു, നീ വാ, നമുക്ക് വീട്ടിൽ പോവാം. അതെ, ഈ മോട്ടുപത്ലുവിന്റെ ആത്മാവ് തമ്മിൽ മാറിയത് കണ്ടില്ലല്ലോ. എനിക്കറിയില്ല എന്താ സംഭവിച്ചതെന്ന്. ഞാൻ ഒന്നുകൂടി ഒന്ന് ചെക്ക് ചെയ്യട്ടെ. എന്റെ മോട്ടു, നീ ഒന്ന് എഴുന്നേൽക്ക്. എത്ര നേരാ കിടന്നുറങ്ങുന്നേ? എന്തിനാ കിടന്ന് കാറുന്ന്? ഉറങ്ങാൻ സമ്മതിക്ക്. എന്റെ ശരീരം അവിടെ എന്താ ചെയ്യുന്നേ? അപ്പൊ എന്റെ ശരീരം അവിടെ എന്താ ചെയ്യുന്നേ? ഇത് എന്റെ ശരീരമാണ്. നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? പിന്നെ എന്റെ ഈ സുമുഖവും സുന്ദരവുമായ ദൃഢഗാത്രമായ ഈ ശരീരം ഇവിടെ എങ്ങനെ? ഈ മുടിയില്ലാത്ത തലയും വീർത്തിരിക്കുന്ന കുടവയറും നോക്കിയിട്ടാണോ നീ ഭംഗിയുള്ള ശരീരം എന്ന് പറയുന്നത്? ഞാൻ നോക്ക്, എന്നെ കാണാൻ എന്ത് വൃത്തികേടാണെന്ന് അറിയോ നിനക്ക്? നീയാണോടാ എന്നെ നോക്കി മുടിയില്ലെന്നും കുടവയറും എന്നൊക്കെ പറയുന്നത്? പിടിച്ചോ പിടിച്ചോ പിടിച്ചോ. ഇതെങ്ങനെ സംഭവിച്ചു? എന്റെ ഈ സുന്ദരമായ ശരീരം നിന്റെ അടുത്ത് എങ്ങനെ എത്തി? ഉറപ്പായിട്ടും ഇതാ ഡോക്ടർ ജഡ്കയുടെ മെഷീന്റെ അകത്ത് കയറിയപ്പോ പറ്റിയതാണ്. എന്റെ ആത്മാവ് നിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. നിന്റെ ആത്മാവ് എന്റെ ശരീരത്തിലാണ് കയറിയിരിക്കുന്നത്. വാ, നമുക്ക് ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോകാം. ഇപ്പൊ തന്നെ പോവാം. നമുക്ക് വേഗം പോയി ഡോക്ടർ ജഡ്കയുടെ അടുത്തുനിന്ന് നമ്മുടെ ആത്മാവ് വേഗം മാറ്റണം. എനിക്ക് ഇനിയും നിന്റെ ആത്മാവിനെയും കൊണ്ട് നടക്കാൻ വയ്യ. മണം. ഇത് എന്ത് അത്ഭുതമായി കാണുന്നത്? മോട്ടു പേപ്പർ വായിക്കുന്നു, പത്ലുവാണോ സമോസ കഴിക്കുന്നേ? പത്ലു, നീയും കുറച്ച് സമൂസ എടുത്ത് കഴിക്ക്. എന്റെ വയറിന് വെറുതെ പട്ടിണിക്കിടരുത്. അങ്ങനെ ആവുമ്പോ ഞാൻ മെലിഞ്ഞു പോവില്ലേ? മോട്ടു, നീ ഇങ്ങനെ ഒരുപാട് വലിച്ചു വാരി തിന്നല്ലേ. ഇങ്ങനെ പോയാൽ എന്റെ ശരീരം നിന്നെ പോലെ വയറും വീർത്തായി പോകും. നീ മോട്ടുവല്ലേ? നീ എന്തിനാ അവനെ മോട്ടു എന്ന് പറയുന്നത്? പിന്നെ നീ പത്ലു, നീ എന്തിനാ അവനെ പത്ലു എന്ന് പറയുന്നേ? ഇന്ന് കഴിക്ക്. എന്റെ ശരീരത്തിനെ ഞാൻ ക്ഷീണിപ്പിച്ചാലുണ്ടല്ലോ, എടുത്ത് കഴിക്കാൻ. ഞാൻ കഴിക്കില്ല. എനിക്ക് ഈ സമൂസയൊന്നും ഒട്ടും നീ ഇഷ്ടമല്ല. കഴിച്ചേ പറ്റൂ. കണ്ടില്ലേ, കഴിക്കുന്നത് എത്ര എളുപ്പമാണ്. എന്നെ തല പെരുത്ത് കയറുന്നല്ലോ. എന്റെ മോട്ടു, നീ ഒന്ന് നിർത്ത്. ഇങ്ങനെ പോയാൽ നീ എന്റെ ശരീരം നിന്നെ പോലെ വൃത്തികേടാക്കിയിട്ടേ അടങ്ങൂ. ഒന്ന് മോട്ടു, എന്താ ചായ ചേട്ടാ? പത്ലു, പറ. നിങ്ങൾ ഇത് രണ്ടുപേരും കൂടി എന്നെ ഭ്രാന്ത് പിടിപ്പിക്കുമല്ലോ. പത്ലു, എന്റെ സമൂസ തരാനാ പറഞ്ഞത്. ഇതെന്താ സംഭവിക്കുന്നതെന്ന് ആരെങ്കിലും ഒന്ന് പറഞ്ഞതായോ? നമ്മൾ ഈ സ്കൂളിൽ അതിക്രമിച്ച് കയറി കുട്ടികളെയെല്ലാം ബന്ധനസ്ഥരാക്കുന്നു. ഒരു സ്കൂളിൽ എത്ര കുട്ടികൾ ഉണ്ടാവും? ബോസ്, കുറഞ്ഞത് 100 കുട്ടികളെങ്കിലും ഉണ്ടാകും. ഒരു കുട്ടിക്ക് 1 ലക്ഷം വെച്ച്. അപ്പൊ 100 കുട്ടികൾക്ക് എത്ര ലക്ഷം കിട്ടും? 2, 3, 4, 4, 5 കളഞ്ഞേക്ക്. ഇപ്പൊ മോട്ടും പത്തിലും വന്ന ഈ 1 ലക്ഷം നമുക്ക് കിട്ടാതാകും. ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട ബോസ്.
മോട്ടു പത്ലു എവിടെ പോയാലും ഇവന്മാരുണ്ടാവും. ഇവന്മാരെന്നെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുക. ഇവന്മാരെ കൊണ്ട് തോറ്റു. എന്ത് നല്ല കവിതയാ പറഞ്ഞു ബോസ്. കൊള്ളാം കൊള്ളാം. കവിതയുടെ കാര്യം വിട്. എന്നിട്ട് ആ മോട്ടുവിനെ കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് സ്കൂളിൽ കൊണ്ടുവരണം. മോട്ടുവില്ലാതെ ആ പത്ലുവിന് ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. എന്റെ പരീക്ഷണം വിജയിച്ചു. അടിപൊളി പൊളിച്ചു. എന്റെ പരീക്ഷണം വിജയിച്ചു. ഞങ്ങളെ പഴയ പോലെ ആക്ക ഡോക്ടർ ജഡ്ക. എനിക്ക് ഈ തടിച്ച ശരീരം കൊണ്ട് മതിയായി. എനിക്ക് എന്നെ തന്നെ കണ്ടിട്ട് നാണക്കേടാവുക. നിക്കണേ പത്രോട് എങ്ങോട്ട് കൊണ്ടുപോവോ? എടോ ഇൻസ്പെക്ടർ ജിങ്കം, ഒരു കുട്ടിക്ക് 1,00,000 രൂപ വെച്ച്. അപ്പോ 100 കുട്ടികൾക്ക് എത്രയാവും? അതെത്രയാണെന്ന് വെച്ചാൽ തന്ന് കുട്ടികളെ കൊണ്ട് പോയിക്കോ. എന്റെ അമ്മോ, എന്റെ കണക്ക് പണ്ട് തൊട്ടേ വീക്കാണ്. ഇത്രയും വലിയ കണക്കൂട്ടൽ ഞാൻ എങ്ങനെ ചെയ്യും? എങ്ങനെ? പത്ലു, നീ ഇപ്പൊ എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വെറും വയറ്റിൽ എന്റെ ബുദ്ധി ഒരിക്കലും പ്രവർത്തിക്കില്ല. നിങ്ങൾക്ക് അറിഞ്ഞൂടെ മോട്ടോവിന് സമൂസ കഴിക്കാതെ ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ലെന്ന്? ഇപ്പൊ തന്നെ ഞാൻ മോട്ടുവിന് സമോസ കൊണ്ടുവരാം. മോട്ടു, ഇതാ സമോസ കഴിച്ചോ, എന്നിട്ട് ജോലി ആരംഭിക്കും. നിങ്ങൾക്കറിയില്ല ഞാൻ സമൂസ കഴിക്കില്ല എന്നുള്ള കാര്യം. സമൂസയൊക്കെ മോട്ടോ കഴിക്കുക. അവന് കൊടുക്ക കഴിച്ചോളും. ഞാൻ മോട്ടു അല്ല പത്ലു ആണ്. ഓ, ഇത് നിങ്ങൾ എന്താ രണ്ടുപേരും കൂടെ രാവിലെ തൊട്ട് മോട്ടു അല്ല പത്ലു അല്ല? എനിക്ക് വട്ടി പഠിക്കുമല്ലോ. ഞാൻ ആദ്യം തൊട്ടെല്ലാം പറഞ്ഞു തരാം. ഈ ശരീരം മോട്ടുവിന്റെ ആണ്, പക്ഷെ ആത്മാവ് പത്ലുവിന്റെ ആണ്. അവന്റെ ശരീരം പത്ലുവിന്റെ ആണ്, പക്ഷെ ആത്മാവ് മോട്ടുവിന്റെ ആണ്. ഈ ശരീരത്തിലെ ആത്മാവ് പത്ലുവിന്റെ ആണ്. അപ്പൊ എങ്ങനെ സമൂസ കഴിക്കും? മോട്ടുവിന്റെ ആത്മാവ് ഏത് ശരീരത്തിലാണോ അവിടെ കൊണ്ടുപോയി സമൂസ കൊടുക്ക്. അപ്പ കഴിച്ചോളും. എന്താ മനസ്സിലായോ? അയ്യോ, എനിക്ക് വട്ടി പഠിക്കും തീർത്ത്. അയ്യോ. ജോൺ, നിനക്ക് 1 രൂപ പോലും കിട്ടില്ല. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. ജോൺ, ഞാനിതാ വന്നുകൊണ്ടിരിക്കുന്നു. എന്റെ അമ്മോ, ജോൺ, ഞാൻ ഇപ്പൊ പോകുന്നു. പിന്നെ വരാം. എന്റെ പത്ലു, ആ മോട്ടുവിന് എന്ത് പറ്റിയെന്ന് അറിയില്ല. എന്തൊക്കെ പിച്ചും പേയോ പറയുന്നേ. ഒരു സമോസ പോലും തിന്നില്ല. അവൻ പറയുവാ അവന്റെ ആത്മാവ് സമോസ തിന്നില്ലെന്ന്. ഓ, ചേട്ടൻ പത്ലുവിനെ കാണാൻ സ്കൂളിൽ പോയിരുന്നു അല്ലേ? ഓ പത്ലു, നീയും ആ മോട്ടുവിനെ പോലെ വല്ലതും പൊലമ്പാതെ. ശരിക്കും പത്ലു നീയല്ലേ? ഞാൻ മോട്ടുവിന്റെ അടുത്താ പോയത്. ഓ, ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. മതിയാക്ക, എനിക്ക് കേക്കണ്ട. നീയും അവനെ പോലെ തുടങ്ങുവാണോ? നിന്റെ ആത്മാവ് സമോസ തിന്നുന്നെങ്കിൽ തിന്ന്. ഇവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ പോയി രക്ഷപ്പെടട്ടെ. എന്നെ കൊണ്ട് ഇനി മേല. സമൂസേ, പൊളിച്ചേ. മോട്ടൂരെ തട്ടിക്കൊണ്ട് പോയ പത്ലു ഒന്നും ചെയ്യില്ലെന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ പടി പാളിയതാ തോന്നുന്നത്. ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയ്ക്കുണ്ടായവനെ കുട്ടികളുടെ കാര്യം വിട്ട് മോട്ടുവിനെ പിടിച്ചുകൊണ്ട് വാ. ആ മോട്ട് നമ്മുടെ കസ്റ്റഡിയിലുണ്ടെങ്കിൽ പത്ലുവിന് നമ്മളെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ഇനി എന്നെ ആർക്കും തോൽപ്പിക്കാനാവില്ല മക്കളെ. ജോൺ ദ ഡോൺ, ഓർമ്മയുണ്ടോ ഈ മുഖം? ഞാൻ എത്തിക്കഴിഞ്ഞു. പത്ലു, ഞാൻ എത്തിക്കുട്ട. നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട. മോട്ടു രക്ഷിക്ക്, വേഗം രക്ഷിക്ക്. നീ എന്തായി പറഞ്ഞു വരുന്നത്? അത് പത്ലുവാണ്, നീ മോട്ടുവും. അല്ല, ഞാൻ മോട്ടുവാണ്. അതാണ് പത്ലു. അവന്റെ ശരീരത്തില് എന്റെ ആത്മാവാണ്, എന്റെ ശരീരത്തില് അവന്റെ ആത്മാവാണ്. പത്ലു, നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? ആ മോട്ടു, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ടല്ലോ. ഇവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? മോട്ടു, നീ പറയുന്നു നീ പത്ലുവാണെന്ന്. പത്ലു പറയുന്നു അവനാ മോട്ടൂന്ന്. അപ്പൊ പിന്നെ ഈ ഞാനാരാ? നീ ആകാശവാസിയല്ലേ? അപ്പൊ നീ ആകാശത്തല്ലേ ജീവിക്കേണ്ടത്? അതെങ്ങനെ? എങ്ങനെ? എവിടെയുണ്ട് ബോസ്, അവിടെയുണ്ട് ഞാനും. ഞാൻ വട്ടി പിടിച്ച് നടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഒന്ന് പറഞ്ഞു തായോ, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അത് ഞാൻ പറഞ്ഞു തരാം.
ഞാൻ ഉണ്ടാക്കിയ ഒരു മിഷൻ കൊണ്ട് മോട്ടുവിന്റെയും പത്ലുവിന്റെ ആത്മാക്കൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി. ഞാനിപ്പോ അത് മാറ്റാനുള്ള ഒരു വഴിയുമായിട്ടാ വന്നിരിക്കുന്നത്. ഇതാ ഈ സ്പ്രേ കണ്ടില്ലേ? ഈ സ്പ്രേ അടിച്ചു കഴിയുമ്പോ രണ്ടുപേരുടെ ആത്മാക്കള് പഴയതുപോലെ തന്നെയാവും. ഇപ്പൊ എല്ലാം ശരിയായി. വിളിച്ചേ, എന്റെ വലിയേട്ടാ, എന്റെ ശരീരം തിരിച്ചു കിട്ടിയേ. ആ, 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 ആ. ഓ, എന്റെ ചങ്ങ, രോഗികളാണെങ്കിൽ സത്യം എനിക്ക് എന്റെ ആത്മാവിനെ ഒന്ന് തിരിച്ചു താ. Watch India's largest kids library only on Jio Hotstar. Download the app now.